ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് വിശുദ്ധ ലൂക്ക സുവിശേഷം നൽകുന്ന ആ ഭാഗമാണിന്ന് വിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ മനസ്സിനും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കും മാറ്റമുണ്ടാകുന്നതല്ല, മറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തന്നെ മാറ്റമുണ്ടാകുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയെന്ന് ഈശോ ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ തന്നെ മുഖഭാവം മാറി എന്ന് സുവിശേഷം പറയുന്നു. മുഖഭാവം മാറുന്നു എന്നുള്ളത് ഈശോയുടെ മനോഭാവം മാറുന്നു, ഈശോയുടെ ചിന്ത മാറുന്നു, ഈശോയുടെ ധാരണകൾ മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആത്മീയമായി അതിനെ വായിച്ചെടുക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ മുഖഭാവം മാറി, മനോഭാവം മാറി. അപ്പോൾ ഈശോയുടെ ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് പോലും ആ മാറ്റം പ്രകടമായി വന്നു. ഈശോയെ പൊതിഞ്ഞു നിന്നിരുന്ന ഈശോയുടെ വസ്ത്രത്തിന് പോലും വലിയ വെണ്മ, അല്ലെങ്കിൽ അതുവരെ ആർക്കും വെളുപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെണ്മ കിട്ടിയെന്ന് തിരുവചനം പറയുന്നു. നമ്മൾ പ്രത്യേകമായി ഇവിടെ ധ്യാനിക്കുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറി നമ്മൾ ചോദിക്കുന്ന കാര്യം സാധിച്ചു തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈശോ ഇവിടെ കാണിച്ചു തരുന്ന മാതൃക, പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ തന്നെ മനസ്സാണ് മാറിയത്. ഈശോ പിന്നീട് പറയുന്നുണ്ട്, ഈശോയ്ക്ക് കടന്നു പോകാനിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് താബോർ മലയിൽ മോശയും ഏലിയായും ഒക്കെ സംസാരിച്ചത്. ആ കാര്യങ്ങൾ ഒഴിവാക്കുകയല്ല, അതേക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് അതിലൂടെ എങ്ങനെ പോകണമെന്ന് ഈശോ ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. മറ്റൊരു സന്ദർഭവും നമ്മൾ ഇതുപോലെ കാണും. ഈശോ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഇത് മാറിപ്പോകട്ടെ എന്നാണ്. ഈശോയുടെ മാനുഷികമായ വശത്ത് നിന്ന് ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഈശോയുടെ ദൈവികമായ വശം ഉടനെ അതിനെ തിരുത്തി. ഒരുപക്ഷെ അതിനേക്കാൾ നന്നായി നമുക്ക് മനസ്സിലാവുന്നത്, പിതാവ് ആ പ്രാർത്ഥനയിൽ ഈശോയോട് പറഞ്ഞത്, നീ ആ കുരിശ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. പിതാവ് ആ കുരിശ് ഈശോയ്ക്ക് മാറ്റി കൊടുക്കുകയല്ല, മറിച്ച് ഈശോ തൻ്റെ മനസ്സ് മാറ്റി ഉടനെ പറഞ്ഞു, പിതാവേ, പിതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈശോയുടെ തീരുമാനമാണ് മാറിയത്, ഈശോയുടെ മനസ്സാണ് മാറിയത്. ഈശോ പിതാവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്നതുവരെ പ്രാർത്ഥനയിൽ തുടരുകയല്ല ചെയ്തത്, പ്രാർത്ഥന ഈശോയെ മാറ്റുകയാണ് ചെയ്തത്. ആ ഈശോയുടെ മഹത്വം ശിഷ്യന്മാർ ദർശിച്ചു എന്ന് പറയുന്നു. സുവിശേഷം എഴുതി ചേർക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്നതല്ല, മറിച്ച് ദൈവഹിതം എന്താണെന്നറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തുന്നതാണ് യഥാർത്ഥ മഹത്വം. അതാണ് ദൈവമഹത്വത്തിൻ്റെ പ്രകടനമായ ആളുകൾ നമ്മിൽ കാണുന്നതെന്നുകൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ മാറ്റണമെന്നാണോ നമ്മളെ മാറ്റണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് ആത്മശോധന ചെയ്യാം. ആമേൻ.